വിഷ്ണു, ഈ രണ്ട് ഗർഡറുകൾ പതിച്ചാണ് അപകടം സംഭവിച്ചത്. അവിടെ ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി മരണപ്പെട്ട രാജേഷിന്റെ ഭൗതികദേഹം ആശുപത്രിയിലാണോ ഇപ്പോഴുള്ളത്? ഈ പ്രതിഷേധക്കാരൊക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ടോ? നിലവിൽ അവിടെ നിന്ന് എന്താണ് സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? മോത്തി, നിലവിൽ രാജേഷിന്റെ മൃതദേഹം ഇവിടെ നിന്നും പുറത്തെടുത്ത ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. നിലവിൽ ആ മൃതദേഹം അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഈ അശോക ബിൽഡിംഗ് കരാർ ഏറ്റെടുത്ത് നടത്തുന്ന ആ കമ്പനിയുടെ പ്രതിനിധി അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ സംഭവസ്ഥലം സന്ദർശിക്കാനായി എത്തിയിരുന്നു. അപ്പോഴെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇവർ പറഞ്ഞ വാദത്തോട്, അതായത് ഗതാഗതം നിയന്ത്രിച്ചാണ് ഈ വഴി ഈ ജോലി നടക്കുന്നതിനിടയിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു എന്നുള്ള ബിൽഡിംഗ് കമ്പനിയുടെ ആ പ്രതിനിധിയുടെ വാദത്തെ വലിയ രീതിയിലുള്ള എതിർപ്പ് ഈ ഭാഗത്ത് നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. കാരണം ഇവിടെ വർഷങ്ങളായി ഈ സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോഴൊന്നും ഒരു തരത്തിലും ഗതാഗതം നിയന്ത്രിക്കാതെയാണ് ഈ ജോലികൾ പരിപൂർണമായി നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയും സമാനമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നതും ഈ അപകടം സംഭവിക്കുമ്പോൾ ആളഭയമടക്കം ഉണ്ടാകുന്നതും എന്നുള്ള തരത്തിലുള്ള വലിയ ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴും നാട്ടുകാർ ഇവിടെ തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട്. കാരണം ഈ ഗർഡർ നീക്കേണ്ട ജോലികളുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി അത് കോൺക്രീറ്റ് കട്ടറുകൾ ഉപയോഗിച്ച് അത് വേർപ്പെടുത്തി പിന്നീട് വലിയ ഭാരം ഉയർത്താൻ ഏകദേശം 100 ടണ്ണോളം വരുന്ന ക്രെയിൻ ഉപയോഗിച്ച് വേണം ഇനിയിപ്പോൾ ഇത് ഉയർത്താനായിട്ട്. ഒരു ഗർഡറിൻ്റെ ഭാരം എന്ന് പറയുന്നത് 80 ടൺ വരും. അങ്ങനെ 160 ടൺ ഭാരം ഉള്ള 2 ഗർഡറുകളാണ് ഇപ്പോൾ നിലം പതിച്ചിരിക്കുന്നത്. ഈ 2 ഗർഡറും നീക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം പിന്നീട് വലിയ ക്രെയിൻ കൊണ്ടുവന്ന് അതോടൊപ്പം അത് നീക്കാൻ വേണ്ട വാഹനവും എത്തിച്ച ശേഷം ഇവിടെ നിന്ന് പൂർണ്ണമായി മാറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ജോലികൾ ഇവിടെ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരും ഇവിടെ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സാധ്യത വരും മണിക്കൂറുകൾ ഉണ്ടാകുമോ, ഇനി കൂടുതൽ അധികാരികളോ ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ വരുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്ന കാര്യം. എന്തായാലും ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ അണപൊട്ടി ഒഴുകിയിരിക്കുകയാണ്. കാരണം അത്രയും തരത്തിൽ ഇവർ പല ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഇത്തരം ഈ ജോലികളെല്ലാം പൂർണ്ണമാക്കി അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കി വേണ്ട സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി വേണം ഈ ജോലികൾ നടത്താമെന്നുള്ള ആവശ്യം ഇവിടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പതിവായി ഉയരുന്നതാണ്. കാരണം ഇത്രയും മരണങ്ങളും ഇത്രയും അപകടങ്ങളും ഇതിനു മുൻപും ഇതുപോലെ ഗർഡർ വീണുള്ള സമാനമായ ബീം വീണുള്ള അപകടങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഈ ഒരു വാദം ഉന്നയിച്ചെങ്കിലും പക്ഷേ യാതൊരുവിധ ഒരു നടപടിയും സ്വീകരിച്ചില്ല. മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ തന്നെയാണ് ഈ പ്രവർത്തികൾ അവിടെ നടന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ ഘട്ടത്തിൽ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നില്ല. ഇത്രയധികം വലിയ കൂറ്റൻ ഗർഡറുകൾ അവിടെ സ്ഥാപിക്കുന്ന സമയത്ത് വാഹനം അതുവഴി കടന്നു പോകാൻ അനുവദിച്ചു എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായ പിഴവാണ്. നഷ്ടപ്പെട്ടത് ഒരു ജീവനും.